ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ റീചാർജ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിൽ selfcare.keralavisionisp.com ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അതിൽ നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡും കോമൺ ആയിരിക്കും. അടിച്ചു കൊടുത്ത് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇതിൽ വന്നിട്ട് നമ്മൾ തൊട്ട് താഴെ തന്നെ റീചാർജ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ കാട്ടും. ഏറ്റവും മുകളിൽ തന്നെ ഓൾറെഡി നമ്മൾ കറണ്ട് പ്ലാനും കൂടി ഉണ്ടാവും. ജസ്റ്റ് അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ഓൾറെഡി ഞാൻ റീചാർജ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു പ്ലാൻ റീചാർജ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഈ 100 Mbps ഞാൻ റീചാർജ് ചെയ്യും. ബൈ നൗ കൊടുക്കുക. അപ്പോൾ 30 ദിവസത്തെ വാലിഡിറ്റി, 100 Mbps സ്പീഡ്, GB എല്ലാം ഉണ്ടാവും. തൊട്ട് താഴത്ത് 2 ഓപ്ഷൻ ഉണ്ടാവും. അത് റേസർ പേ കസ്റ്റമറും ഉണ്ടാവും, ക്യാഷ് ഫ്രീ കസ്റ്റമേഴ്സും ഉണ്ടാവും. നമുക്ക് കൊടുക്കുന്നത് ക്യാഷ് ഫ്രീ കസ്റ്റമറാണ്. അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. മേക്ക് പേയ്മെൻറ്റ് എടുത്ത് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പേ ഓപ്ഷൻ കൊടുക്കുക. പേ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ UPI വാലറ്റിലോട്ട് തനിയെ പോകും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് ഫോൺ പേ യൂസ് ചെയ്യുക, ഗൂഗിൾ പേ യൂസ് ചെയ്യുക, Paytm ജസ്റ്റ് ഒരു 1 ടൈം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗൂഗിൾ പേയിലോട്ട് പോകും. ഞാൻ ഓൾറെഡി റീചാർജ് ചെയ്തുകൊണ്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഗൂഗിൾ പേയിൽ തൊട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗൂഗിൾ പേയിൽ പോകും. അതിൽ പേ ചെയ്ത ഉടനെ ഇത് നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഓൺലൈൻ റീചാർജ് ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈനിൽ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഗായ്സ്.